നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ പുളിക്കം മരിച്ച കാര്യങ്ങളൊക്കെ ദീപ്തി അറിയുവാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദീപ്തിക്കും ഭയങ്കര വിഷമമായി. കാരണം അവസാന പ്രതീക്ഷയായിരുന്നു പുളിക്കന്. തൻ്റെ വരുണ്ണെ ഇല്ലാതാക്കിയത് ആരാന്നുള്ള സത്യം പുളിക്കനായിരുന്നു അറിയാവുന്നത്. പിന്നീട് വിക്രവും വേദയും ദീപ്തിയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ദീപ്തി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും വേദയിച്ച് നമ്മൾ ഒരു പക്ഷേങ്കിൽ അവസാന പ്രതീക്ഷയെ നശിച്ചു പോയില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, വിഷമിക്കേണ്ട, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുത് കിട്ടാതിരിക്കില്ല. അതേ കാലം ഒന്നും വരുണ്ണെ ഇല്ലാതാക്കി ആ കൊലയാളിക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ പുളിക്കനെ ഇല്ലാതാക്കി ആ കൊലയാളിക്ക് ഒളിച്ച് കഴിയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പം വിക്രമേൻ്റെ കാര്യം എന്താ വരുണേട്ടൻ്റെ അച്ഛൻ എന്താണെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയൊന്നുമില്ല. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ കഴിയണം, അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, എടുത്തു ചാടിയൊരു തീരുമാനമൊന്നും എടുക്കേണ്ട വിക്രം, കാരണം നമ്മൾ എടുത്തു ചാടിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിൽ അവസാനം കലാശിക്കുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ശക്തനായ എതിരാളിയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പിടികൂടാൻ പറ്റില്ല, കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു. ആ സമയം ദീപ്തി പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ വരുണ്ട അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. വേണ്ട, കാരണം അത് ചിലപ്പോൾ അദ്ദേഹത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് ഇനി കാണണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ പുളിക്കൻ്റെ ഭരണത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ബോധ്യപ്പെട്ട് കാണുമായിരിക്കും. വിക്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ശരിയാ, അതും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ദീപ്തിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ത് വന്നാലും വരുണ്ട കൊലയാളിയെ നിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരുമെന്ന് വിക്രം ദീപ്തിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. വിക്രത്തിന് അത്ര ഉറപ്പുണ്ടായിരുന്നു, താൻ ഇനി ഇല്ലാതായാലും കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ വരുണ്ണെ ഇല്ലാതാക്കിയത് ആരാന്ന് കണ്ടുപിടിക്കണം, അവരെ ദീപ്തിയുടെ മുന്നിൽ കൊണ്ടുവരണം, അതിനുശേഷം മാത്രമേ തനിക്ക് എന്തെങ്കിലും സംഭവിക്കാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സമയത്ത് ശ്രീനിവാസൻ ജോസഫിനെ രാജേട്ടനെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. അതേസമയം അനിയൻകുട്ടനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വല്ലാതെ ഭയന്ന് പോയിട്ടാണ് അനിയൻകുട്ടന് ആ മാനസിക വിഭ്രാന്തി ഉണ്ടായത്. അതുകൊണ്ട് അത് മാറാൻ എത്ര സമയം എടുക്കുമെന്നും പറയാൻ പറ്റില്ല, വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അനിയൻകുട്ടന് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ സമയം ജോസഫിനെ രാജേട്ടനെയൊക്കെ വിളിച്ചിട്ട് ശ്രീനിവാസൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ പുളിക്കൻ അവിടെയുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ കൂടാതെ മറ്റാർക്കും അറിയായിരുന്നു, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവരങ്ങോട്ടേക്ക് വന്നേ, അതുകൊണ്ട് സൂക്ഷിക്കണം, കൂടെ തന്നെ ആരെങ്കിലും ഒറ്റുകാരുണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ജോണിയായിരുന്നു വന്നിരുന്നത്. അല്ല, ഈ ജോണി വാസവൻ്റെ ആളല്ലെന്ന് ചോദിച്ചു. അതെ, വാസവൻ്റെ ആളാണ്, പക്ഷേ പറയാൻ പറ്റില്ല അവനിനിപ്പോൾ ഒറ്റുകാരനാണോ എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അല്ല അവൻ വാസവൻ്റെ സ്വന്തം ആളല്ലേ, അത്ര അടുത്ത സുഹൃത്തല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ഒറ്റുമോയെന്ന് ചോദിച്ചു. ശ്രീനിവാസൻ പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, പുളിക്കൻ എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എന്നെ ചതിച്ചില്ലേ, അതുപോലെയാണോ ജോണിയെന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ജോസഫിനെ അവിടുന്ന് മാറ്റിയിട്ട് ആ സമയത്ത് അവൻ ആർക്കെങ്കിലും വിവരം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ജോസഫ് ആണെങ്കിലും ചിന്തിക്കുന്ന പോലും. പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇനി അനിയൻകുട്ടന് ആപത്തൊന്നും സംഭവിക്കരുത്, നമ്മുടെ ഏക പിടിവള്ളി അവനാണ്, വിക്രമല്ല കുറ്റക്കാരനെന്ന് തെളിയിക്കണം, അറിയാലോ, അപ്പോൾ അങ്ങനെ തെളിയിക്കണമെങ്കിൽ അവന് ജീവൻ്റെ ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേട്ടനൊക്കെ പറഞ്ഞു, അതൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട, എന്താണെങ്കിലും അവനെ ഞങ്ങൾ നോക്കിക്കോളാം, അവന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ജോണി ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ സൂക്ഷിക്കണം, അവൻ എന്തേലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ അനിയൻകുട്ടൻ ഇപ്പോഴൊരു മാനസിക വിഭ്രാന്തിയിലാണ്, പക്ഷെ അവന് സാറിനെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നേ, കാരണം അവൻ അങ്ങനെയാണ് പറയണേ, കൊല്ലും എന്നാണ് പറയണേ, അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ചില്ലേ മിക്കവാറും പിടി വീഴും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണ് അവനെയും കൂടെ അങ്ങ് തീർത്തേക്കാം, അവനെ തീർത്തിട്ടുണ്ട് കാര്യങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ജോണി പറഞ്ഞു, സാറേ ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഞാനാന്നുള്ള കാര്യം വാസവ് സാർ അറിയാൻ പാടില്ല, അറിയാലോ, അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇല്ലാതാക്കുന്ന എന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. താൻ പേടിക്കണ്ടോ ജോണി, തൻ്റെ അക്കൗണ്ടിൽ പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും, താൻ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട, താൻ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള കൂലിയും കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ജോണി കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് ചെന്നു. ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ എന്താണെങ്കിലും ഇനി അവനെയും കൂടെ തീർക്കേണ്ടി വരും, ഒരു കൊലപാതകം കൂടെ നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. അനുജങ്ങട്ടൻ അവനെയും കൂടെ തീർക്കണമെന്ന് പറയണം, അവന് ഹോസ്പിറ്റലുണ്ട്, അങ്ങനെയാണെങ്കിൽ
ഒരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് തീർത്തേക്കാന്ന് പറഞ്ഞു. ഇനി അവൻ ശബ്ദിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അനിയൻകുട്ടനെ തീർക്കാനായിട്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് അനിയൻകുട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് പണി പാളുന്നത്. കൃത്യസമയത്ത് തന്നെ ജോസഫ് അങ്ങോട്ടേക്ക് വന്നു. ജോസഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൊലയാളികൾ അവിടെ നിന്ന് ഓടുകയാണ്. ജോസഫിന് മനസ്സിലായ കാര്യം എന്താണെന്ന്. ജോസഫ് പിന്നാലെ പോയെങ്കിലും അവന്മാരെ പിടികൂടാനായിട്ട് പറ്റിയില്ല. പിന്നീട് വിക്രത്തോട് വിളിച്ചിട്ട് ജോസഫ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ സംഭവിച്ചതൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, സൂക്ഷിക്കണം, ഒരു കാരണവശാലും ഇനി അനുജൻകുട്ടിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ ഒരിടത്തേക്കും പോകരുത്. കാരണം അവനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ജോസഫ് പറഞ്ഞു, വിക്രം, ഇതിൻ്റെ പിന്നിൽ ആരോ ശക്തമായിട്ട് കളിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മുടെ നീക്കങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ഒരാളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെ ഒരാൾ ആരാന്ന് ചോദിച്ചു. അതാ ഞങ്ങൾക്ക് അറിയത്തില്ലാത്തത്. കാരണം നമ്മുടെ ഓരോ നീക്കങ്ങൾ അറിഞ്ഞിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയോട് വിക്രം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ശ്രീകാന്തിനെ. കാരണം അന്ന് പുളിക്കൻ ശ്രീകാന്തിനെ വിളിച്ച കാര്യം വേദയ്ക്ക് അറിയാമല്ലോ. ഒരു പക്ഷേങ്കിൽ തൻ്റെ ഏട്ടനാണോ പുളിക്കനെ ഇല്ലാതാക്കിയെന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ട്. അങ്ങനെ വേദ അതിനെക്കുറിച്ച് കുറേ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഈ സമയം ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷ ശ്രീകാന്തിനോട് വേദയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അവളെ ഒന്ന് സൂക്ഷിക്കണം, അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയണം എന്നൊക്കെ പറയണം. വർഷ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, പക്ഷേ പഴയതുപോലെയല്ല, അവളുടെ സംസാരത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ ഇനി വീട് വിട്ട് വന്നതിൻ്റെ ആവാം, വിക്രത്തിൻ്റെ അരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രീകാന്ത് എന്നിട്ട് ശങ്കരനാരായണനോട് ദർശനെ അതുപോലെ തന്നെ വേദയുടെ കല്യാണം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശങ്കരനാരായണൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾ അവളോടൊന്ന് സംസാരിച്ചാൽ, പക്ഷേ എങ്കിൽ അവൾക്ക് ഇതിന് താല്പര്യമില്ലെന്നാണ് പറയണേ. താല്പര്യമില്ലെന്നോ, പിന്നെ അവളെങ്ങനെ നിർത്താനാണ് ആച്ചാ. എന്നാലും ആ വിക്രം എന്ന് പറയുന്ന ഒരു കൊലയാളിയുടെ അപ്പം ഇനി അവളെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് അവളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അങ്ങനെ ബലമായിട്ട് പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടാനൊന്നും പറ്റില്ലല്ലോ. അവൾ പ്രായപൂർത്തിയായ പെണ്ണല്ലേ, പോരാത്തതിന് വിക്രത്തിൻ്റെ ഭാര്യയാണ് താനും. അങ്ങനെ നമുക്കൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഇനി എന്താണെങ്കിലും അവളുടെ തീരുമാനത്തിന് വിടുന്നുള്ളൂ. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. ഈ സമയത്ത് വിക്രം വേദയും കൂടെ കൂടുതൽ അടുത്തു. ശ്രീകാന്തിനും വേദയുടെ കാര്യത്തിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഒരു ദിവസം വേദയും വിക്രം കൂടെ മുറിയിൽ സംസാരിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു, അതെ, നാളെ മുതൽ എനിക്ക് കോടതി പോകണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, നീയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കും മുറിയിലിരുന്നിട്ട്. അത് സാരമില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാൻ വിക്രമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും മാറട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ വെച്ചു, വേറെ എങ്ങോട്ട്, ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ ഒന്നെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ അറിയാലോ ചുറ്റും ഗുണ്ടകൾ പരിധി നടക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, പക്ഷേ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വിക്രത്തെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ വേദയെ ഭിത്തിയിലേക്ക് ചാരി നിർത്തിയിട്ട് ഉമ്മ കൊടുക്കാൻ ഒരുങ്ങണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീകാന്ത് അവിടേക്ക് കയറി വരുന്നത്. ശ്രീകാന്ത് കേട്ടു മുറിയുന്ന സംസാരം. അപ്പോഴേക്ക് ശ്രീകാന്തിന് മനസ്സിലായി വേദയുടെ മുറി മറ്റാരോ ഉണ്ടെന്നുള്ള കാര്യം. ശ്രീകാന്ത് പതുക്കെ കഥകളിൽ ഇങ്ങനെ തള്ളി നോക്കണം. അപ്പം അത് കഥകൾ ലോക്കിട്ടിട്ടില്ലെന്ന് മനസ്സിലായി. വേദ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ലോക്കിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് പിന്നെ ഒട്ടും മടിച്ചില്ല. അവിടെ ഇരുന്നൊരു ഫ്ലവേഴ്സ് എടുത്ത് അത് പോയിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെല്ലുമ്പം കാണുന്ന കാഴ്ച വിക്രവും വേദയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഉമ്മ വെക്കുന്ന ആ രംഗമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്തിൻ്റെ കിളി പോയി. എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടി. പിന്നെ ഒന്നും മടിച്ചില്ല. ആ ഫ്ലവേഴ്സ് വിക്രത്തിന് നേരുന്നു ഓങ്ങി അടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും ഇടയ്ക്കിലേക്ക് വേദ കയറി തൊട്ടു പോരെന്ന് പറഞ്ഞു വിക്രത്തിനെ. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ ശ്രീകാന്ത് വിട്ടില്ല. പക്ഷേ വിക്രത്തിനെ ഉപദ്രവിക്കാണ്ട് ചെല്ലുവാണ്. ഒട്ടും മടിച്ചില്ല. വിക്രം എന്ത് ചെയ്ത് വന്ന് ഒറ്റ തൊഴിയായിരുന്നു അവൻ്റെ ആ ഫ്ലവേഴ്സ് ഇരുന്ന കൈക്കിട്ട്. ഫ്ലവേഴ്സൊക്കെ താഴേക്ക് പോയി. പിന്നീട് അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒച്ചപ്പാടും വേളം കേട്ടുണ്ട് ശങ്കരനാരായണനും പത്മേ ദീപ്തി അവരെല്ലാവരും കൂടെ കയറി വരുവാണ്. ആ സമയത്ത് വിക്രം ശ്രീകാന്തിനെ തൊഴിച്ച് താഴെ ഇട്ടേക്കുന്ന രംഗമാകണ്ടേ.
ആ സമയത്ത് പത്മം ചോദിച്ചു, എന്താ ഈ കാണുന്നേ, ഇവനിത് എവിടെ നിന്ന് വന്ന് വേദയെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വർഷം ഓടി വന്ന് ശ്രീകാന്തിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, തൊട്ടു പോരുത്, കുറേ കാലം ഇവൻ കളിക്കുന്നു. അപ്പോഴേക്കും ശങ്കരനാരായണൻ വെച്ച്, നീ എങ്ങനെയാടാ ഇവിടെ വന്നേ, നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ പറയണേ, അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം വിക്രം എന്നോടൊപ്പം എൻ്റെ മുറിയിലുണ്ടായിരുന്നു പറഞ്ഞു. അത് വിശ്വസിക്കാൻ പോലും ആയില്ല അവർക്ക്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇത് ഇവനെ വെറുതെ വിടല്, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഇവരെ കൊടുക്ക് എന്ന് പറഞ്ഞു. ഇനി ഇവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുക, പോലീസ് വരട്ടെ, വന്നു കഴിയുമ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. ശങ്കരനാരായണൻ ചോദിച്ചു, എന്താ മോളെ, നീ എന്തൊക്കെയാണ് വേദയെ പറയണമെന്ന് ചോദിച്ചു. അതെ ഇത്രയും കാലം ഒളിച്ചു വെച്ചു, പക്ഷേ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛനൊരിക്കൽ എന്നോട് തിരക്കില്ലേ, ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ, വിക്രത്തിനോട് പിണങ്ങിയിട്ടല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെന്ന്. നിങ്ങൾ എനിക്ക് വേണ്ടി വീണ്ടും വിവാഹം ആലോചിച്ചു, ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ വിക്രമായിരുന്നു. ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്നേക്കുമായിട്ട് ഈ വീട്ടിലേക്ക് പോകുന്നതല്ല, തിരികെ പോകാനായിട്ട് വന്നത് മാത്രമാണ്. പക്ഷേ ഞാൻ ആ വന്നതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ ശ്രീകാന്തായിരുന്നു പറയാണ്. പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് പോയപ്പം ശ്രീകാന്ത് മാഷിനെ ഉപദ്രവിച്ചതും അതിനുശേഷം മാഷിനെ കൊണ്ടുപോയി തടങ്കലിലാക്കിയതും അതിനുശേഷം പറഞ്ഞു വിട്ടും തന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്യിച്ച കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, കള്ളവാ, പച്ചക്കള്ളം ഇവള് പറയണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം വേദ പറഞ്ഞു, കള്ളവാണോ? അത് നിങ്ങൾ മാത്രമല്ല, ശ്രീയേട്ടൻ മാത്രമല്ല, ശ്രീയേട്ടൻ്റെ കൂടെ ഇതേ വർഷേച്ചിയുടെ അച്ഛനും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടായി പ്ലാനുകളൊക്കെ നടത്തിയിരിക്കുന്നത് എൻ്റെയും വിക്രത്തിൻ്റെയും ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, വരുണ്ട കൊലപാതകത്തിൽ ശ്രീയേട്ടൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണനും ദീപ്തിയൊക്കെ അന്താളിപ്പോട് കൂടിയിട്ടാണ് വേദയെ നോക്കുന്നത്. വേദ അത് നേരത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴാണ് വേദ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു. സത്യമാണോടെ കേൾക്കണേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ശ്രീയേട്ടൻ്റെ ആവശ്യം എൻ്റെ സ്വത്തുക്കളാണ്, ഈ വീട് ഇതല്ല എൻ്റെ മുത്തശ്ശന് എൻ്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുമല്ലേ, അപ്പോൾ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീയേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനല്ലേ ഇതിനുള്ള അവകാശം, എൻ്റെ കുഞ്ഞിന് മാത്രമേ ഇതിന് കൈമാറാനായിട്ട് പറ്റുള്ളൂ ആർക്കെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു പറഞ്ഞു. ശ്രീയേട്ടൻ്റെ അമ്മയും അച്ഛനും കൂടി ചേർന്നിട്ടെന്ന് പറഞ്ഞു. ശങ്കരനാരായണൻ അവൻ്റെ കർണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ. പത്മത്തിനൊക്കെ വിശ്വസിക്കാൻ പറ്റിയില്ല. ശങ്കരനാരായണൻ പറഞ്ഞു, കടന്നു പോയിക്കോണം, ഒരു നിമിഷം പോലും നിന്നെ ഈ വീട്ടിൽ കണ്ടേക്കരുത്, ഇറങ്ങിപ്പോയിക്കോണം എങ്ങോട്ടെന്ന് വെച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ച് തള്ളാനൊരുങ്ങുവാണ്. ഇതേ സമയത്ത് അനിയൻകുട്ടന് ബോധം വരുന്നത്, കാരണം മനോദല തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവന് സ്വഭാവത്തിലേക്ക് തിരികെ വരുന്ന സമയത്താണ് അനിയൻകുട്ടൻ ആ കാര്യം പറയണേ ജോസഫിനോട്. പുളിക്കനെ കൊന്നത് ആരാന്നുള്ള കാര്യം, പുളിക്കനെ കൊന്നത് ശ്രീകാന്തും പിന്നെ ചന്ദ്രശേഖരനും ആണെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് ഒന്ന് ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. പിന്നീട് ജോസഫ് ഈ കാര്യം വിളിച്ചിട്ട് വിക്രത്തിനോട് പറയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രം വെറുതെ ഇരിക്കുമോ? അപ്പോഴേക്കും ശ്രീനിവാസനും ഒക്കെ അറിഞ്ഞു. പിന്നീട് ശ്രീനിവാസനും വാസവനും ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ ജോണിയാണ് ഒറ്റുകാരൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നീട് ജോണിക്കും കുശാലായി. ഒടുവിൽ വാസവൻ വന്ന് ശ്രീകാന്തിനെ പിടികൂടുന്നുണ്ട്. വെറുതെ വിടുവോ? ശ്രീകാന്തിനെ വിളിച്ചിട്ട് ജോണി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാസവൻ സാർ അറിഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടേലും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു, ഇനിയിപ്പം പിടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പണി പാളുമെന്നുള്ള കാര്യം. പക്ഷേ അതിന് രക്ഷപ്പെടാനുള്ള സമയമൊന്നും ശ്രീകാന്തിന് കിട്ടിയില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ ശ്രീകാന്തിനെ വന്ന് വാസവൻ്റെ ആൾക്കാരും കൂടെ പിടികൂടുന്നുണ്ട്. ഇനി എന്താണ് ശ്രീകാന്തിൻ്റെ അവസാനമായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തു വരും. ഇനിയിപ്പോൾ വേദയുടെയും വിക്രത്തിൻ്റെ മധുവിധ കാലങ്ങളാണ് വരാൻ പോകുന്നത്. അവർ എൻജോയ് ചെയ്യാൻ പോവുക. ശങ്കരനാരായണനൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ വേദയും വിക്രവും തമ്മിൽ ഒരിക്കലും പിരിയില്ലെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമായി എല്ലാവരും അറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കണ്ണുമുന്നിൽ കൂടെയാണ് അവരിനെ പ്രണയിച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.